മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും അറിയുന്ന ഒരു ഓൺലൈൻ മാധ്യമ ജേർണലിസ്റ്റാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നേരെയുടെ ഒരു അറ്റാക്ക് ഉണ്ടായി. ഒരു 3 പേര് ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ഹോസ്പിറ്റലിലൊക്കെ പോകുന്നൊരു കേസായിട്ട് മാറുകയും ചെയ്തത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കമൻറ്റ് ബോക്സുകളിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിനെതിരെ വളരെ തെറിവിളിയും ഒരുമാതിരി ഹോസ്റ്റലായിട്ടുള്ള അറ്റാക്കുകളൊക്കെയാണ്. അപ്പോൾ അതിൽ കമൻറ്റുകൾ പറയുന്നത് അയാൾക്ക് കിട്ടിയത് കുറഞ്ഞുപോയി, ഇനിയും കിട്ടണമായിരുന്നു, അദ്ദേഹം മരിച്ചില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ ചോദിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഹോസ്റ്റലായിട്ട് കമൻ്റ് ഇടാനും അത്രയ്ക്ക് കോൾഡ് ഹാർട്ടഡായിട്ട് കാര്യങ്ങൾ ചോദിക്കുവാനും മാത്രം അദ്ദേഹം തെറ്റുകാരനാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്, കണ്ടന്റ് ചെയ്യുന്നതും ഇങ്ങനെ ഇൻഫർമേഷൻസും ഫാക്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ന്യൂസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദൗത്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത്, കുഴപ്പമല്ല, ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഓരോ ആശയങ്ങളെയും ഓരോ തത്വങ്ങളെയും ഒരു പൊളിറ്റിക്കൽ പാർട്ടികളെയും ഓരോ വിശ്വാസങ്ങളെയും വിമർശിക്കാറുണ്ട്, ചോദ്യം ചെയ്യാറുണ്ട്. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്, അവരത് മാന്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നൊരു ഡെമോക്രസിയാണ്. ഇവിടെ നമുക്ക് ചോദ്യം ചോദിക്കുവാനും ചോദ്യം ചെയ്യുവാനും അല്ലെങ്കിൽ നമുക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും വിമർശിക്കുവാനുമുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യം നമുക്ക് തരുന്നൊരു റൈറ്റാണത്. സോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതും വാർത്തകൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഒരു വാർത്താ മാധ്യമത്തിലൂടെ അയാളുടെ ആശയങ്ങളും അയാളുടെ ചോദ്യങ്ങളും ചോദിക്കുകയും അല്ലെങ്കിൽ വിമർശനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അത് ഡൈജസ്റ്റ് ആകാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഏറെയുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങളും തത്വങ്ങളും ആശയങ്ങളും പൊളിറ്റിക്കൽ സ്റ്റാൻസൊക്കെ കാണും. പക്ഷേ അത് മറ്റൊരാൾ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വിമർശിക്കുമ്പോഴത്തേക്കും അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു വെർഷനാണ് നമ്മൾ ഈ കാണുന്ന ഈ കമൻറ്റിലുള്ള തെറിവിളിയും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള തെറിവിളിയും അല്ലെങ്കിൽ പച്ചയ്ക്ക് തെറിവിളിക്ക് അദ്ദേഹത്തിൻ്റെ മരണം വരെ വേണമെന്ന് പറഞ്ഞ കമൻറ്റുകളൊക്കെ വരുന്നതിനുള്ള കാരണം അതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ വളർന്നു വരികയാണ്. അതിപ്പം മതപരമായിട്ടായാലും പൊളിറ്റിക്കൽ ആയിട്ടായാലും ആശയങ്ങളായിട്ടായാലും എന്തുമായാലും അല്ലെങ്കിൽ ചുമ്മാ തൊട്ടതും പിടിച്ചതും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഒരു രാജ്യം വളരുന്നത് എപ്പോഴാണ്? അവിടെയുള്ള കാര്യങ്ങളെ ആളുകൾ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അല്ലാത്ത പക്ഷേ ഒരു രാജ്യത്ത് മാറ്റം വരത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ, ഒരു വ്യക്തി ആ ജോലി ചെയ്യുന്നു, അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിമർശിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ അത് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഇതുപോലെ രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇടുങ്ങിയ ചിന്താഗതിയാണ്. അതായത് നമുക്ക് കുറച്ച് വിശ്വാസങ്ങളുണ്ട്, അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ആശയങ്ങളുണ്ട്, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതങ്ങനെ തന്നെ പോകണം. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സമൂഹം. നമ്മുടെ സമൂഹത്തിന് മാറ്റങ്ങൾ വേണമെന്നുള്ളൊരു ആഗ്രഹമില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനമായിട്ടുള്ളൊരു വ്യക്തി അറ്റാക്കിനിരയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും ഇയാൾ ചത്തില്ലേ, ഇയാൾ മരിച്ചില്ലേ, ഇയാൾക്ക് അത് പോരാ, കൂടുതലും വേണമെന്ന് കമൻറ്റ് ഇടുന്നത് അത്ര വളരെ ക്രൂവലായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലത്. അപ്പോൾ ഇതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ഇമേജ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതായത് ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതാണ്. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയെ പറ്റി പൊക്കി അടിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയങ്ങൾ മാത്രം പൊക്കി പിടിക്കാനുമാണെങ്കിൽ അത് മാധ്യമപ്രവർത്തനമല്ല, അത് PR വർക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങൾ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം അത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അവകാശമുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഇന്ത്യ മാൻ, ഇറ്റ്സ് എ ഡെമോക്രസി. അപ്പോൾ ആ അവകാശം അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കാണാനുള്ള അവകാശം നമുക്കുണ്ട്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 3/4% വീഡിയോകൾ ഞാൻ എൻജോയ് ചെയ്യുമെങ്കിലും ഒരു 1/4% എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അപ്പോഴും ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ നോ ദാറ്റ് ഹി ഗോട്ട് ദ റൈറ്റ് ടു ഡു ഇറ്റ്. ഓക്കെ, പച്ചയ്ക്കാരും തെറിവിളിക്കാത്ത പക്ഷം അദ്ദേഹം ചെയ്യുന്നതൊക്കെ വളരെ മാന്യമായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദർ ഇസ് നോ നീഡ് ടു ബി ദിസ് ഹോസ്റ്റൈൽ അഗൻസ്റ്റ് ഹിം. ഓക്കെ, നമ്മുടെ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ് ഇന്ത്യ നീഡ്സ് സം റിയൽ ചേഞ്ചസ്. കേരള ഓൾസോ നീഡ്സ് സം റിയൽ ചേഞ്ചസ്. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.